വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങൾ. അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ദൈവം കനിയട്ടെ, കർത്താവേ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനെ, എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ. നീ എനിക്ക് പ്രതിബന്ധമാണ്. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവനത് കണ്ടെത്തും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? മനുഷ്യപുത്രൻ സ്വപിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരോടൊത്ത് വരാനിരിക്കുന്നു. അപ്പോൾ അവൻ ഓരോരുത്തർക്കും തങ്ങളുടെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകും. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-ാമത്തെ വാക്യമാണ്. നമ്മൾ ഈ സുവിശേഷ ഭാഗം പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം, സുവിശേഷങ്ങളിൽ മുഴുവനും കർത്താവ് വളരെ പ്രധാനപ്പെട്ടതായി ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിരുന്ന ഒരു വാക്യമാണിത്. എല്ലാ സുവിശേഷങ്ങളും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചില സുവിശേഷങ്ങളിൽ കൂടുതൽ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ, അതുപോലെ തന്നെ 16-ാമത്തെ അധ്യായത്തിൽ ഇപ്പോൾ വായിച്ചു കേട്ട ഭാഗം, ഈ രണ്ട് ഭാഗത്തും കർത്താവ് വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പറയുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ചില കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിൽ വന്ന് പതിയുക. ഒരു പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാകാം കർത്താവ് ശിഷ്യന്മാർക്ക് പേഴ്സണലായിട്ടും അതുപോലെ തന്നെ സമൂഹത്തിന് മുമ്പിൽ വെച്ചും പറഞ്ഞിരുന്നത്. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ, 16-ാമത്തെ അധ്യായത്തിൽ, മർക്കോസിൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ, ലൂക്കായുടെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ, 14-ാമത്തെ അധ്യായത്തിൽ, 17-ാമത്തെ അധ്യായത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് പറയുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഇപ്പോൾ ഈ വായിച്ചു കേട്ട മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ നമുക്കറിയാം എപ്പോഴാണ് കർത്താവ് ആദ്യമായിട്ട് പീഡാനുഭവത്തെക്കുറിച്ച്, ഉത്ഥാനത്തെക്കുറിച്ച് പ്രവചനം നടത്തിയത്. അത് പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിന് ശേഷമാണ്. പത്രോസ് എങ്കിലും തന്നെ മനസ്സിലാക്കി തുടങ്ങിയെന്ന് കർത്താവിന് ബോധ്യപ്പെട്ടപ്പോൾ കർത്താവ് കാര്യത്തിലേക്ക് കടക്കുകയാണ്. അതുവരെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ കർത്താവ് പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം കഴിഞ്ഞ് കൃത്യമായിട്ട് കാര്യങ്ങൾ ഇവർ മനസ്സിലാക്കി പോകണമെങ്കിൽ അധികം നാൾ തന്നെ ഇവിടെ ഈ ലോകത്തിൽ ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കി കർത്താവ് കാര്യത്തിലേക്ക് കടക്കുകയാണ്. അപ്പോഴാണ് ഈ വാക്യം പറയുന്നത്, ആരൊക്കെ, നിങ്ങൾ മാത്രമല്ല, ആരൊക്കെ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവരുടെ ജീവിതത്തിൽ 3 കാര്യങ്ങൾ സംഭവിക്കണം. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. അവിടെ പറയുകയാണ്, 1, ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിക്കണം. മസ്റ്റ് ഡിനൈ. ഈ ഡിനയൽ എന്ന് പറയുന്നത് ഏത് രീതിയിലാണ്? 2 തരത്തിലാവാം. 1 താൽക്കാലികമായിട്ടുള്ള ഡിനയൽ, 2 പെർമനൻ്റ് ആയിട്ടുള്ള ഡിനയൽ. സ്ഥിരമായിട്ടുള്ള ഡിനയലും അതുപോലെ തന്നെ താൽക്കാലികമായിട്ട്. ഇപ്പോൾ ചിലർ പറയാറില്ലേ, നോമ്പ് കാലത്ത് കുടി നിർത്തുകയാണ്. 25 നോമ്പ്, 50 നോമ്പ് കുടി നിർത്തി. അത് തൽക്കാലത്തേക്കുള്ള വെടി നിർത്തലാണ്. അതാണ് ഈ കുടി നിർത്തേണ്ട പ്രത്യേകത. എന്നിട്ട് 25 നോമ്പ് കഴിയുമ്പോൾ, 50 നോമ്പ് കഴിയുമ്പോൾ പിന്നെ കള്ള് ഷാപ്പിൽ നിന്ന് എഴുന്നേറ്റ് പോരില്ല. അപ്പോൾ ഈ 25 ദിവസം അല്ലെങ്കിൽ 50 ദിവസം അല്ലെങ്കിൽ 8 നോമ്പുമായി ബന്ധപ്പെട്ട് ഒക്കെ കുടിക്കാതിരുന്നത് അതിന് എല്ലാ പലിശയോടു കൂടി അത് കഴിഞ്ഞിട്ട് തുടരും. അതിന് പറയുന്ന പേരാണ് ഡിനയൽ, ടെമ്പററി ഡിനയൽ എന്ന് പറയുന്നത്. അതല്ല കർത്താവ് ഉദ്ദേശിച്ചത്. വേറെ ചിലരുണ്ടല്ലോ, അതായത് ഞാൻ മയക്കുമരുന്ന് കഴിച്ചിരുന്നു, പക്ഷേ
25 നോമ്പ് 50 നോമ്പിൻ്റെ ഭാഗമായിട്ട് ഞാൻ നോമ്പ് കാലത്ത് ഇനി മയക്കുമരുന്ന് കഴിക്കില്ല. ദാറ്റ്സ് ഓൾസോ ടെമ്പററി. വേറെ ചില ആളുകളുണ്ട്, നോമ്പ് കാലത്ത് സിനിമ കാണില്ല, ഇനി നോമ്പ് കഴിഞ്ഞിട്ട് സിനിമ കാണുള്ളൂ. തിയേറ്ററിൽ പോയിട്ട് കാണില്ല മാത്രമല്ല, വീട്ടിൽ TV സിനിമയ്ക്ക് വേണ്ടി തുറക്കില്ല. നല്ല കാര്യമാണ്. ഈ 25 നോമ്പിൽ 50 നോമ്പിൽ അപ്പോഴെങ്കിലും കൂടി നിർത്തുന്നുണ്ടല്ലോ, അപ്പോഴെങ്കിലും സിനിമ കാണാതിരിക്കുന്നുണ്ടല്ലോ, ആ കാലഘട്ടത്തിലെങ്കിലും മയക്കുമരുന്ന് കഴിക്കാതിരിക്കുന്നുണ്ടല്ലോ. ഇത് കഴിഞ്ഞിട്ട് അതുപോലെ വേറെ ചിലരുണ്ട്, മാതാപിതാക്കൾ പ്രത്യേകിച്ചും. ക്ലാസ് തുടങ്ങി, ജൂൺ മാസത്തിൽ ക്ലാസ് തുടങ്ങി, മാർച്ച് 31 ക്ലാസ് അവസാനിക്കുന്നത് വരെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യില്ല. പക്ഷെ ക്ലാസ്സുകൾ കഴിഞ്ഞ്, പരീക്ഷ കഴിഞ്ഞ്, പിന്നെ ഏപ്രിൽ മെയ് ജൂണിൽ സ്കൂൾ തുറക്കുന്നത് വരെ വീണ്ടും ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യും. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? 10 മാസം ചെയ്യാത്തത് ഈ 2 മാസം കൊണ്ട് കുട്ടികൾ തീർക്കും. ആ പലിശ അടക്കം. TV-യുടെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോരില്ല. എന്തെങ്കിലും ആവട്ടെ, അവർ പഠനം കുറച്ചുകൂടി മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ ചെയ്യുന്നതാണ്. പക്ഷെ ഇതിനൊക്കെ പറയുന്ന പേരാണ് ഈ ടെമ്പററി ആയിട്ടുള്ള ഈ പരിത്യജിക്കൽ എന്ന് പറയുന്നത്, ടെമ്പററി ഡിനായൽ. കർത്താവ് ഉദ്ദേശിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, ടെമ്പററി ഡിനയൽ അല്ല, പെർമനൻ്റ് ആയിട്ടുള്ള ഡിനയലാണ്. എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നോ ടു സെൽഫ് ആൻഡ് യെസ് ടു ഗാഡ്. എല്ലാം ഇപ്പോഴും അകത്തോടുള്ള നോ. ഇത് ദൈവത്തിന് ഇഷ്ടമുള്ളതല്ല, ദൈവം ആഗ്രഹിക്കുന്നതല്ല. അപ്പം നോ ടു സെൽഫ്, യെസ് ടു ഗാഡ്. അതാണ് കർത്താവ് ഉദ്ദേശിക്കുന്ന ആ ഡിനയൽ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. വേറെ വാക്കിൽ പറഞ്ഞാൽ ഡിത്രോൺ സെൽഫ് ആൻഡ് എൻത്രോൺ ഗാഡ്. നീ നിന്നെ തന്നെ താഴ്ത്തി നിർത്തുക, താഴേക്ക് ഇറക്കുക. ഡിത്രോൺ. എൻത്രോൺ എന്ന് പറഞ്ഞാൽ എന്നിട്ട് ദൈവത്തെ കയറ്റി വയ്ക്കുക. നിന്റെ ജീവിതത്തിൽ നിന്നെ തന്നെ താഴേക്ക് ഇറക്കിയിട്ട് നിന്നെ ദൈവത്തെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക. വേറെ വിധത്തിൽ പറഞ്ഞാൽ നിന്നെ തന്നെ മറക്കുക, ഒബ്ലിറ്ററേറ്റ് സെൽഫ്. നിന്നെ തന്നെ മറക്കുക, എന്നിട്ട് ദൈവത്തെ റൂളിംഗ് പ്രിൻസിപ്പിളായിട്ട് സ്ഥാപിക്കുക. റൂളിംഗ് പ്രിൻസിപ്പിൾ. ദൈവമാണ് ഏറ്റവും വലിയ മൂല്യം, ദൈവമാണ് ഏറ്റവും വലിയ റിയാലിറ്റി എന്ന് പറഞ്ഞ് നിന്നെ തന്നെ മറക്കുക. ഒബ്ലിറ്ററേറ്റ് യുവർ സെൽഫ്. ഇതാണ് യഥാർത്ഥ കർത്താവ് ഉദ്ദേശിക്കുന്നത്. അതായത് ദൈവത്തെ ഗൗരവത്തിലെടുക്കുക. ടേക്കിംഗ് ഗാഡ് മോസ്റ്റ് സീരിയസ്ലി. ഞാൻ വെറും സീരിയസ്ലി എന്നും പറയുന്നില്ല, മോർ സീരിയസ്ലി എന്നും പറയുന്നില്ല, മോസ്റ്റ് സീരിയസ്ലി. മോർ സീരിയസ് ആയി നമ്മൾ പല കാര്യം എടുക്കാറുണ്ട്. ഇപ്പം മാതാപിതാക്കളോട് നമ്മൾ അടുപ്പം, നമ്മൾ അവരെ സീരിയസ് ആയി എടുക്കുന്നത്, നമ്മുടെ മാതാപിതാക്കളായിട്ട് അവർ കണക്കാക്കുന്നു, അവരെ പരിഗണിക്കുന്നു. മക്കളുടെ കാര്യം മാതാപിതാക്കൾ സീരിയസ് ആയി എടുക്കുന്നു. പക്ഷേ ദൈവത്തിൻ്റെ കാര്യത്തിൽ വെറും സീരിയസ് ആയി എടുത്താൽ പോരാ, മോർ സീരിയസ് ആയി എടുത്താൽ പോരാ. മക്കളേക്കാൾ, മാതാപിതാക്കളേക്കാൾ, ബന്ധുമിത്രാദികളേക്കാൾ, ജീവിത പങ്കാളികളേക്കാൾ ഏറ്റവും ടോപ്പിലിരിക്കേണ്ടത് ദൈവമാണ്. അതാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. നീ നിന്നെ തന്നെ പരിത്യജിക്കണം എന്ന് പറയുന്നത്. ടോട്ടൽ ഡിനയൽ. നോട്ട് ടെമ്പററിലി ബട്ട് പെർമനൻ്റ്ലി. സ്ഥിരമായിട്ട് മുഴുവനായിട്ട് നീ ദൈവത്തിന് വിട്ടുകൊടുക്കുക. അപ്പോൾ എന്നെ അനുഗമിക്കാൻ, എൻ്റെ ശിഷ്യനാകണമെങ്കിൽ, യഥാർത്ഥ ശിഷ്യനാകണമെങ്കിൽ നീ ഇതുപോലെ പരിത്യജിക്കാൻ തയ്യാറാകണം. അപ്പോൾ അതാണ് ആദ്യത്തെ ഒരു നിബന്ധന. അതായത് ക്രിസ്തീയ, നമുക്കറിയാലോ ഈ പറയുന്ന കാര്യമൊക്കെ ക്രിസ്തീയ ജീവിതത്തിലെ വലിയ വെല്ലുവിളികളാണ്, ഗ്രേറ്റ് ചലഞ്ചസ്. അതിൽ ആ ചലഞ്ചസ് ഈ പറഞ്ഞ രീതിയിലൊക്കെ ആയിരിക്കുന്നത്. ഒന്ന്, മസ്റ്റ് ഡിനൈ ഹിംസെൽഫ്, വൺസെൽഫ്. അത് മുഴുവനായിട്ടും വിട്ടുകൊടുക്കണം. അതാണ് പറയുന്നത്. രണ്ടാമത് നമ്മൾ കാണുന്ന കർത്താവ് പറയാണ്, ടേക്ക് അപ്പ് ദ ക്രോസ്. നീ നിന്നെ തന്നെ മറന്നാൽ പോരാ. നിന്നെ തന്നെ മറന്ന് ദൈവത്തിന് ഏറ്റവും വലിയ സ്ഥാനം കൊടുത്താൽ പോരാ. നിന്റെ ജീവിതത്തിൽ നീ സാക്രിഫൈഷ്യൽ സർവീസ് ചെയ്യാൻ തയ്യാറാകണം. നിന്നെ തന്നെ ത്യജിച്ചുകൊണ്ടുള്ള ശുശ്രൂഷ, നിന്നെ തന്നെ മറന്നുകൊണ്ടുള്ള ശുശ്രൂഷ. അപ്പോൾ ദൈവത്തിന് ഏറ്റവും വലിയ സ്ഥാനം മാത്രം കൊടുത്താൽ പോരാ. ചില ആളുകളുണ്ടല്ലോ, ദൈവത്തിന് വലിയ സ്ഥാനം കൊടുക്കും, എപ്പോഴും പ്രാർത്ഥന, എപ്പോഴും പള്ളിയിൽ പോകും, മുടങ്ങാതെ പോകും. അത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ അതിനോട് ചേർന്ന് പോകേണ്ട കാര്യമാണ് ആ ദൈവം ആവശ്യപ്പെടുന്ന ത്യാഗനിർഭരമായിട്ടുള്ള ശുശ്രൂഷ, ടേക്കിംഗ് അപ്പ് ദ ക്രോസ് എന്ന് പറയുന്നത്. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? സഹനങ്ങളെ, പരിമിതികളെ സ്വീകരിച്ചു കൊണ്ടുള്ള ശുശ്രൂഷ.
സഹനങ്ങളെ, പരിമിതികളെ സ്വീകരിച്ചു കൊണ്ടുള്ള ശുശ്രൂഷ. പരാതിയില്ലാത്ത സഹനം, പരിധിയില്ലാത്ത സ്നേഹം. അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. പരാതിയില്ലാത്ത സഹനവും പരിധിയില്ലാത്ത സ്നേഹവും. അതാണ് ടേക്കിംഗ് അപ്പ് ക്രോസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ഒരു സാക്രിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സർവീസ് ആവശ്യമുണ്ട്. ആ ഒരു രീതിയിലുള്ള സർവീസാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ലവ്ഫുൾ സെൽഫ്, നമ്മളൊക്കെ പലപ്പോഴും വേണ്ടത്ര ഗൗരവം കൊടുക്കാതെ ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദമാണല്ലോ അഗാപ്പെ. ഇന്ന് അഗാപ്പയുണ്ട്. കുർബാനയ്ക്ക് ശേഷം, ക്രിസ്മസ് കരോളിന് ശേഷം അഗാപ്പ ഉണ്ടായിരിക്കുന്നതാണ്. അഗാപ്പ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? പോത്തിറച്ചിയും ബ്രെഡും കൂടിയുള്ള സുഭിക്ഷമായ ഭക്ഷണം. അതാണ് അഗാപ്പ കൊണ്ട് നമ്മൾ പലപ്പോഴും ചിത്രീകരിക്കുന്നത്. ഈ അഗാപ്പയല്ല ബൈബിളിൽ അഗാപ്പ. അഗാപ്പ എന്ന് പറഞ്ഞാൽ ലവ്ഫുൾ സെൽഫ് ഗിവിങ്, സ്നേഹത്തോടു കൂടിയുള്ള സ്വയം ദാനമാണ് ഈ ഗ്രീക്ക് ഭാഷയിലെ അഗാപ്പ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഈ അഗാപ്പയാണ് നമ്മുടെ തീറ്റയിലും കുടിയിലേക്കും ഒരുമിച്ച് കൂടി ഡാൻസ് കളിക്കുന്നതിലേക്ക് മാത്രമായിട്ട് നമ്മൾ പലപ്പോഴും ചുരുക്കുന്നത്. അതല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, മദർ തെരേസ നമുക്കൊക്കെ വേണ്ടപ്പെട്ട മാതൃകാപരമായി ജീവിച്ച ഒരു പുണ്യവതിയാണ്. ഈ മദർ തെരേസയെ ഒരു ദിവസം ഒരിക്കൽ ഒരു വിദേശ വനിത വന്നിട്ട് ചോദിച്ചു, മദറിനെ ലോകമെമ്പാടുമുള്ള ആളുകൾ എത്രമാത്രം താല്പര്യത്തോടു കൂടിയാണ്, ക്ഷമാപൂർവമാണ് കേൾക്കുന്നത്. മദർ വരുന്നത് കേൾക്കുമ്പോൾ, മദറിൻ്റെ ടോക്ക് ഉണ്ടെന്ന് കേൾക്കുമ്പോൾ, മദറിൻ്റെ സന്ദർശനം ഉണ്ടെന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഓടിക്കൂടുന്നു. വാട്ട് ഈസ് ദ സീക്രസി ബിഹൈൻഡ് ദാറ്റ്? മദർ പറഞ്ഞു, ഞാനതിൽ പ്രത്യേകം കാണുന്നില്ല. എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ഐ ആം നോട്ട് ലുക്കിംഗ് അറ്റ് തിങ്സ് വിത്ത് ഐ ഓഫ് ഇൻ്റലക്റ്റ്. ഞാൻ ബുദ്ധിയുടെ കണ്ണുകൊണ്ട് ഒന്നും കാണാറില്ല. ഞാൻ സാധാരണ ഒരു ബുദ്ധിയുള്ള വ്യക്തി മാത്രമാണ്. അപ്പോൾ എനിക്ക് ആൽബർട്ട് ഐൻസ്റ്റൈനെ പോലെയുള്ള അങ്ങനെയുള്ള ബുദ്ധി രാക്ഷസനൊന്നല്ല ഞാൻ. അതുകൊണ്ട് ഐ ആം നോട്ട് ട്രൈയിങ് ടു ലുക്ക് അറ്റ് തിങ്സ് വിത്ത് ഐ ഓഫ് ഇൻ്റലക്റ്റ്. ബുദ്ധിയുടെ കണ്ണുകൊണ്ട് കാണാനൊന്നും ഞാൻ ശ്രമിക്കാറില്ല. രണ്ടാമത് മദർ പറഞ്ഞു, ഐ ആം നോട്ട് ലുക്കിംഗ് അറ്റ് തിങ്സ് വിത്ത് കൊമേഴ്സ്യലായി, കച്ചവട കണ്ണുകൊണ്ടും കാണാറില്ല. ഞാനിത് ഈ നന്മ ചെയ്താൽ എനിക്ക് എന്ത് തിരിച്ചു കിട്ടും? ഞാൻ ഈ വ്യക്തിക്ക് വേണ്ടി, ഈ കുടുംബത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ എനിക്ക് എന്താ തിരിച്ചു കിട്ടുക? ഞാൻ നോക്കാറില്ല. സോ ഐ ആം നോട്ട് ലുക്കിംഗ് അറ്റ് തിങ്സ് വിത്ത് കൊമേഴ്സ്യലായി, കച്ചവട കണ്ണുകൊണ്ടൊന്നും ഞാൻ കാണാറില്ല, കാണാൻ പരിശ്രമിക്കാറില്ല. ഒരുപക്ഷെ എന്നെ ജനം കേൾക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ അടുത്തേക്ക് ആളുകൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഐ ആം ട്രൈയിങ് മൈ ബെസ്റ്റ് ടു ലുക്ക് അറ്റ് തിങ്സ് വിത്ത് ഐ ഓഫ് ഹാർട്ട്. ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ട് കാണാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഹൃദയത്തിൻ്റെ കണ്ണിൻ്റെ പ്രത്യേകത എന്താണ്? ദൈവമേ, ഈ വ്യക്തിക്ക് വേണ്ടി, ഈ കുടുംബത്തിന് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? എന്ത് നഷ്ടം വന്നാലും എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? ആ കുടുംബത്തെ, ആ വ്യക്തിയെ എങ്ങനെ നമുക്ക് ഈ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റും? ഒന്നും നമുക്ക് കിട്ടില്ല. ഒരുപക്ഷെ അത് കഴിയുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്കുണ്ടാകുക. നമ്മുടെ പണവും പോകും, സമയവും പോകും, ആരോഗ്യം പോകും. നമ്മൾ ഒരുപാട് ചിലപ്പോൾ അലഞ്ഞ് നടന്നിട്ടുണ്ടാവും ഈ കാര്യത്തിന് വേണ്ടി. പക്ഷെ അവസാനം വരുമ്പോൾ ഇതിനൊന്നും ഒരു വിലയും കൊടുക്കാത്ത രീതിയിലുള്ള പ്രതികരണം ഈ ഏറ്റവും ഇതിൻ്റെ ബെനിഫിഷ്യറിയുടെ ഭാഗത്തു നിന്ന് പോലും, മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല, ഇതിൻ്റെ ബെനിഫിഷ്യറി ആർക്കാണ് ഉപകാരം ഉണ്ടായത് ആ വ്യക്തി ഭാഗത്തു നിന്ന് പോലും നമുക്ക് ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരും. പക്ഷെ എന്നാലും ലവ്ഫുൾ സെൽഫ് ഗിവിങ്, അതാണ് അപ്പോൾ മദർ തെരേസയെ കുറിച്ച് പറയുന്നത്. ഒരു പക്ഷേ ഞാൻ ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ട് കാണാൻ ശ്രമിക്കുന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ജനം എന്നെ തേടി വരുന്നത്. പ്രിയപ്പെട്ടവർ, ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ കർത്താവ് നല്ല സമരിയക്കാരൻ്റെ ഉപമയെക്കുറിച്ച് പറയുന്നുണ്ട്. തൻ്റെ സമയം നോക്കാതെ, തൻ്റെ യാത്രയുടെ സൗകര്യം നോക്കാതെ, ഒന്നും നോക്കാതെ ആ പാവപ്പെട്ട മനുഷ്യനെ സഹായിക്കാൻ വേണ്ടിയിട്ട് തന്നെ വിട്ടുകൊടുത്ത ആ സമരിയക്കാരൻ. ആ സമരിയക്കാരൻ്റെ 21-ാം നൂറ്റാണ്ടിലെ പ്രതിനിധിയാണ് മദർ തെരേസ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ 20-ാം നൂറ്റാണ്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള ജീവിതമാണ് യഥാർത്ഥത്തിൽ ഈ ടേക്കപ്പ് ദ ക്രോസ്. ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ത്യാഗപൂർവം ദൈവത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി എൻ്റെ ഒരു ശുപാർശ, എൻ്റെ ഒരു സാമ്പത്തിക സഹായം, എൻ്റെ ഒരു കൂടെ വന്നുള്ള സഹായം, മറ്റുള്ളവർ കൂടെ പോയിട്ട് പരിചയപ്പെടുത്തുക, അതിലൂടെ ഒരു കുടുംബം, ഒരു വ്യക്തി രക്ഷപ്പെടുകയാണെങ്കിൽ ദാറ്റ് ഈസ് മൈ സാക്രിഫിഷ്യൽ ലവ്.
അഗാപ്പ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ടേക്കിംഗ് അപ്പ് ദ ക്രോസ്, നമ്മളെ തന്നെ ഡിനൈ ചെയ്ത് ദൈവത്തിന് വിട്ടുകൊടുത്താൽ പോരാ. ദൈവത്തോട് ചേർന്ന് നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി സുഖങ്ങളിലും ദുഃഖങ്ങളിലും വ്യാപരിക്കുന്ന, മുഴുവനായിട്ടും ത്യജിച്ചുകൊണ്ടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന വ്യക്തികളായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം. മൂന്നാമതായിട്ട് കർത്താവ് പറയാണ്, ത്യജിച്ചാൽ പോരാ, കുരിശുകളെടുത്താൽ പോരാ. ആ വാക്യത്തിൽ തന്നെ പറയാണ് ഫോളോ മീ. എന്താണ് ഈശോയെ ഫോളോ ചെയ്യുമെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്? എ പെർഫെക്റ്റ് ഒബീഡിയൻസ്. പെർഫെക്റ്റ് ഒബീഡിയൻസ്. നമ്മൾ എന്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചോ, ആർക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചോ ആ വ്യക്തിക്ക് വേണ്ടി, ആ സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്ന ശീലം. നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ മാറ്റിവെക്കുന്ന. നമുക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. നമ്മൾ സഭയിൽ ജീവിക്കുമ്പോൾ, സഭാ ശുശ്രൂഷകൾ നിർവഹിക്കുമ്പോൾ, സഭയിൽ അംഗമാകുമ്പോൾ, ഒരു കുടുംബമാകുമ്പോൾ, ഒരു സന്യാസമൂഹമാകുമ്പോൾ നമുക്ക് വ്യക്തിപരമായിട്ട് പല ആഗ്രഹങ്ങളുണ്ടാവും, പല ആഭിമുഖ്യങ്ങളുണ്ടാകും, പലതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. പക്ഷേ വി ആർ റെപ്രസെൻറ്റിങ് എ കമ്മ്യൂണിറ്റി. ഒരു കുടുംബനാഥനാണെങ്കിൽ, ഒരു കുടുംബനാഥയാണെങ്കിൽ ആ കുടുംബത്തിൻ്റെ പ്രതിനിധിയാണ്. ഒരു സന്യാസമൂഹമാണെങ്കിൽ സന്യാസമൂഹത്തിൻ്റെ ഭാഗമാണ്. ഒരു വൈദികനാണെങ്കിൽ ഒരു സന്യാസമൂഹത്തിൻ്റെ അല്ലെങ്കിൽ രൂപതയുടെ ഭാഗമാണ്. ഒരു സഭയാണെങ്കിൽ ആ സഭയുടെ ഭാഗമാണ്. പിതാക്കന്മാരായാലും അച്ഛന്മാരായാലും സന്യസ്തരാണെങ്കിലും അൽമായരാണെങ്കിലും ആ സമൂഹത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒരുപക്ഷെ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഞാൻ എന്ത് വേണം? ആ സഭയുടെ വളർച്ച, സഭയുടെ നന്മ, ആ കുടുംബത്തിൻ്റെ നന്മ, അല്ലെങ്കിൽ സന്യാസമൂഹത്തിൻ്റെ കെട്ടുറപ്പ്, അതിനു വേണ്ടി വിട്ടുകൊടുക്കുന്ന സ്വഭാവം. അത് ഇല്ലാതെ നമ്മൾ പല ചില്ലകളിൽ ഇരുന്നാൽ ഒരിക്കലും ആ കർത്താവിനെ അനുഗമിക്കൽ ഒന്നാവില്ല. കർത്താവ് എപ്പോഴും വിളിച്ചിട്ടുള്ളത് ഒരുമിച്ച് നിൽക്കാനാണ്. കൺവെർജൻസ്, സെൻസ് ഓഫ് കൺവെർജൻസ്, നോട്ട് ഡൈവർജൻസ്. ഡൈവർജൻസ് ഒക്കെ എന്നൊക്കെ സഭയിൽ ഉണ്ടായിട്ടുണ്ടോ അന്നൊക്കെ സഭയിൽ, നമ്മുടെ കുടുംബങ്ങളിൽ നമുക്കറിയാലോ. ഇപ്പോൾ 4 മക്കൾ, 2 അപ്പനും അമ്മയും, 6 പേര്, 6 പേരും 3 ധ്രുവങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും? അതുകൊണ്ട് ഫോളോ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് ഒബീഡിയൻസ് എവിടെ ആയിരിക്കുന്നുവോ അവിടുത്തെ ഉപരി നന്മയ്ക്ക് വേണ്ടിയുള്ള ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സമർപ്പണമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് കർത്താവിനെ അനുഗമിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ സമർപ്പണം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാലോ, ബൈബിളിലൂടെ കണ്ണോടിക്കുമ്പോൾ എവിടെയൊക്കെയാണ് നന്മയുണ്ടായിട്ടുള്ളത്? അനുസരിച്ചിടത്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കർത്താവിൻ്റെ അനുസരണത്തെക്കുറിച്ച് പൗലോസ്ലീഹ ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. കുരിശുമരണത്തോളം കീഴ്വഴങ്ങി. അതാണ് ഈശോയുടെ ജീവിതം. കുരിശുമരണത്തോളം താഴ്ത്തിയപ്പോൾ അവന് ദൈവം ഏറ്റവും വലിയ ഉന്നതമായ സ്ഥാനം നൽകി, മഹത്വത്തിലേക്ക് ഉയർത്തി. ദ ലോർഡ് ഓഫ് ഗ്ലോറി, ഇറ്റേണൽ ഗ്ലോറി. അപ്പോൾ ഈശോ മാത്രമല്ല, അവിടെ നിന്ന് പിന്നെ നോക്കുക, പരിശുദ്ധ അമ്മയുടെ ജീവിതമാണെങ്കിലും, ഫ്രാൻസിസ് അസീസി ആണെങ്കിലും. ഫ്രാൻസിസ് അസീസിയെ കുറിച്ച് നമുക്കറിയാലോ. ഫ്രാൻസിസ് അസീസി വൈദികനാകാനുള്ള യോഗ്യതയില്ലെന്ന് പറഞ്ഞിട്ട് പൗരോഹിത്യം സ്വീകരിക്കാതിരുന്ന മനുഷ്യനാണ്. അദ്ദേഹം സുവിശേഷം പ്രഘോഷിക്കാൻ വളരെ, നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ വേഷഭൂഷാദികൾ ഒരു സാധുവിനെ പോലെ ഇങ്ങനെ ഒരു ധർമ്മക്കാരൻ്റെ വേഷത്തിൽ പോയി അങ്ങനെ മാർപ്പാപ്പയെ കണ്ടു, സുവിശേഷം പ്രഘോഷിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഒരു ഭ്രാന്തനെ പോലെ അല്ലെങ്കിൽ മാനസിക നില തെറ്റിയ പോലെ മാർപ്പാപ്പയ്ക്ക് തോന്നിയിട്ടുണ്ടാവണം. മാർപ്പാപ്പ എന്താ പറഞ്ഞ്, നീ പോയിട്ട് അവിടെ പന്നിക്കൂടുണ്ട്, ആ പന്നികളോട് സുവിശേഷം പ്രസംഗിച്ചോളാം. എന്താണ് ഫ്രാൻസിസ് ചെയ്തത്? അവിടെ തർക്കിക്കാൻ നിന്നില്ല. അവിടെ മാർപ്പാപ്പയെ ചോദ്യം ചെയ്തില്ല. മാർപ്പാപ്പയ്ക്കെതിരെ ഒന്നും പരസ്യപ്പെടുത്തിയില്ല. ഫ്രാൻസിസ് അസീസി മാർപ്പാപ്പയാണല്ലോ പറഞ്ഞത്, സഭയുടെ തലവൻ. ഫ്രാൻസിസ് അസീസി പന്നിക്കൂട്ടിലേക്ക് പോയി, പന്നികളോട് സുവിശേഷം പ്രസംഗിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ പുണ്യവാൻ്റെ പേരാ സ്വീകരിച്ചിട്ടുള്ളത്. ഒരു മാർപ്പാപ്പ അദ്ദേഹത്തെ മനസ്സിലാക്കാതെ, അദ്ദേഹത്തിൻ്റെ വിശുദ്ധി മനസ്സിലാക്കാതെ പന്നിക്കുട്ടിയിൽ പോയി പ്രസംഗിച്ചോളാൻ പറഞ്ഞു. പക്ഷെ ഇപ്പോഴത്തെ മാർപ്പാപ്പ ഈ പുണ്യവാൻ്റെ പേര് മാത്രം മതി എനിക്ക്, പാവങ്ങളോടുള്ള പ്രതിബദ്ധത, ഫ്രാൻസിസ് അസിസിയെ പോലെ ജീവിക്കുന്ന വിശുദ്ധരാകണം നിങ്ങൾ എന്ന് നിരന്തരം ഓർമ്മപ്പെടുത്തുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സ്വർഗീയ മധ്യസ്ഥൻ. അപ്പോൾ ഫ്രാൻസിസ് അസീസി സഭയെ നവീകരിക്കാൻ ഇറങ്ങിയത് അനുസരിച്ചുകൊണ്ടായിരുന്നു. വേറെ ചിലർ സഭയെ നവീകരിക്കാൻ ഇറങ്ങി, മാർട്ടിൻ ലൂതർ പോലെ ധിക്കരിച്ചുകൊണ്ടിറങ്ങി, അതുകൊണ്ടൊരു മെച്ചമുണ്ടായില്ല. ഫ്രാൻസിസ് അസീസി സഭയോട് ചേർന്ന് നിന്ന്
സഭയെ നവീകരിക്കാൻ പോയപ്പോൾ അവിടെ അത്ഭുതമുണ്ടായി. നമുക്കറിയാം, ഇന്നും മനുഷ്യ മനസ്സുകളിൽ, ഇന്നും ഇറ്റലിക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട വിശുദ്ധൻ ആരാന്ന് ചോദിച്ചാൽ അസീസി എന്ന് പറയുള്ളൂ. ഒരുപാട് വിശുദ്ധർ ഇറ്റലിയിൽ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ വലിയ വിശുദ്ധരാണ്. ബെനഡിക്റ്റും അതുപോലെ തന്നെ ക്ലാരയും അവരൊക്കെ ഉണ്ടല്ലോ ഇറ്റലിയിൽ. ഒരുപാട് വലിയ വിശുദ്ധരും. പാദ്ര പിയോ തന്നെ ഫ്രാൻസിസ് അസീസിയുടെ ചൈതന്യം സ്വീകരിച്ചിട്ടാണല്ലോ വളർന്നു വലുതായത്. ഇന്നും ഇറ്റലിക്കാരുടെ ഇടയിൽ, ഇന്നും അസീസിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ഫ്രാൻസിസ് അസീസിയുടെ ലാളിത്യവും ആ ദൈവസ്നേഹവും ആ ദാരിദ്ര്യ അരൂപിയൊക്കെ ആ ഗ്രാമത്തിലടക്കം വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഫ്രാൻസിസ് അസീസി പോലെ, മാതാവിനെ പോലെ പെർഫെക്റ്റ് ഒബീഡിയൻസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ കൃപകളുണ്ടാകും. നമ്മൾ ഒരുപക്ഷെ നേതൃനിരയിലുള്ളവർക്ക് എല്ലാവർക്കും ഒരുപോലെ അറിവുണ്ടാകണമെന്നില്ല, എക്സ്പീരിയൻസ് ഉണ്ടാകണമെന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ പരിപാലനയിൽ അവർ നമ്മുടെ നേതാക്കന്മാരാണ്. അത് രാഷ്ട്രത്തിലായാലും സഭയിലായാലും എവിടെയായാലും. പക്ഷേ ആ ഒരു രീതിയിലുള്ള വിധേയത്വവും അനുസരണവും പ്രകടിപ്പിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ കൃപ, അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നമുക്കറിയാലോ, അവസാന ഭാഗത്തെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് ഒരു വചനം പറയുന്നുണ്ട്, ലോകം മുഴുവൻ നേടിയാലും, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനം? നമ്മുടെ ഭാരത സഭയുടെ രണ്ടാമത്തെ അപ്പസ്തോലനാണ് മിസ്റ്റർ ഫ്രാൻസിസ് സേവിയർ. ഫ്രാൻസിസ് സേവിയറിനെ വീഴ്ത്തിയ തിരുവചനമാണിത്. ഈ തിരുവചനം ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടാണ് ഇഗ്നേഷ്യസ് ലയോള ഇന്നത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സോർബോൺ യൂണിവേഴ്സിറ്റിയിലെ പ്രഗത്ഭനായ പ്രൊഫസറായിരുന്ന ഫ്രാൻസിസ് സേവിയർ. ആദ്യമൊന്നും പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഏശിയില്ല. പക്ഷേ ഫ്രാൻസിസ് സേവിയറിനെ എപ്പോഴൊക്കെ ഇഗ്നേഷ്യസ് ലയോള കണ്ടുമുട്ടിയിട്ടുണ്ടോ അപ്പോഴൊക്കെ ഈ വചനം പറയുമായിരുന്നു. അത് ഇഗ്നേഷ്യസ് ലയോളയുടെ കണ്ടുപിടുത്തമല്ല, ഈശോയുടെ പ്രബോധനമാണ്, ഈശോയുടെ വാക്കുകളാണ്. നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ അതുകൊണ്ട് നിനക്ക് എന്ത് പ്രയോജനം? ഇതാണ് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ ഫ്രാൻസിസ് സേവിയറിനെ വീഴ്ത്തിയത്. ഭാരതത്തിന്, സഭയ്ക്ക് ഇത്ര വലിയൊരു വിശുദ്ധനെ കിട്ടിയത് ഇതാണ്. നമ്മൾ എന്തൊക്കെ നേടാൻ പരിശ്രമിക്കുന്നു. നമുക്കറിയാം, നമ്മൾ പത്രങ്ങൾ, മറ്റു മാധ്യമങ്ങളൊക്കെ വായിച്ചു നോക്കിയാൽ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വലിയ ആളാകാൻ, വലിയ സമ്പന്നനാകാൻ, വലിയ 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 വ്യക്തികളായി തീരാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. വെട്ടിപ്പിടിക്കുന്നു, കുതികാലിൽ ചവിട്ടി വീഴ്ത്തുന്നു, തട്ടിപ്പറിക്കുന്നു, എന്തെല്ലാം കാണുന്നു. എന്തിനു വേണ്ടിയത്? ആരുടെ മണ്ണിന് വേണ്ടി? നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നില്ല, നീ എന്തൊക്കെ ആയാലും ഒന്നും നിനക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ജീവിച്ചാൽ പോരെ, മക്കൾക്ക് ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്താൽ പോരെ. എന്തിനാണ് 10 തലമുറകൾക്കുള്ള നമ്മൾ തന്നെ സമ്പാദിച്ചിടുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയെ ഫോളോ ചെയ്യണമെങ്കിൽ ആ ഈശോയോടുള്ള ആ പെർഫെക്റ്റ് ഒബീഡിയൻസ്, അനുസരണത്തിൽ ഈശോയോട് ചേർന്ന് നിന്ന് ഈശോയുടെ മനസ്സ് സ്വന്തമാക്കുന്ന രീതിയിലുള്ള, ശൈലി സ്വന്തമാക്കുന്ന രീതിയിലുള്ള ജീവിതം നമുക്കുണ്ടാകണം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിലുള്ള ഈ 3 വാക്കുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈശോയെ അടുത്തനുകരിക്കാൻ, ഈശോയുടെ യഥാർത്ഥ ശിഷ്യനാകാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഈ 3 വഴികളിലൂടെ നമ്മൾ നടക്കണം. ഗ്രേറ്റ് ചാലഞ്ചസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. നമ്മളെ തന്നെ സ്ഥിരമായിട്ട് നോ ടു സെൽഫ്, യെസ് ടു ഗാഡ്. നോ ടു സെൽഫ്, യെസ് ടു ഗാഡ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ത്യാഗനിർഭരമായ ശുശ്രൂഷയ്ക്ക് ദൈവം എന്ന് പറഞ്ഞ് നടന്നാൽ പോരാ. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ത്യാഗനിർഭരമായ അഗാപ്പെ യാഥാർത്ഥ്യമാക്കാൻ നമ്മൾ നടക്കണം. അതുപോലെ തന്നെ ഈ പറഞ്ഞത് പൂർത്തിയാകുന്നത്, ഈ എല്ലാം ചെയ്യുമ്പോഴും നമ്മൾ ദൈവത്തോടും ബന്ധപ്പെട്ട അധികാരികളോടും പെർഫെക്റ്റ് ഒബീഡിയൻസിൽ ഇത് ചെയ്യാൻ പറ്റണം. നമ്മൾ എത്രമാത്രം ദൈവത്തെ ഉയർത്തിപ്പിടിച്ച് നടന്നാലും, എത്രമാത്രം ത്യാഗനിർഭരമായ ശുശ്രൂഷ ചെയ്താലും അംഗീകരിക്കേണ്ടവരെ, അനുസരിക്കേണ്ടവരെ നമ്മൾ അനുസരിക്കണം. കർത്താവ് നൽകിയ മറുപടി ഇതാണ്, മാതൃക ഇതാണ്. കർത്താവ് ദൈവപുത്രനായിരുന്നു. കർത്താവ് ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തു. കർത്താവ് മനുഷ്യർക്ക് സാധിക്കാത്ത രീതിയിൽ പീഡകൾ സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത് നമുക്ക് രക്ഷ നൽകി. ഇതൊക്കെയാണെങ്കിലും പിതാവിനോടുള്ള ആ വിധേയത്വത്തിൽ ഒരു തരത്തിലുള്ള വിടവും കർത്താവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പെർഫെക്റ്റ് ഒബീഡിയൻസ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ വളരെ നല്ല രീതിയിൽ ക്രിസ്റ്റോളജിക്കൽ ഹിം എന്നറിയപ്പെടുന്ന ആ ഫിലിപ്പിയർക്കുള്ള
ലേഖനത്തിലെ 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് അവൻ കുരിശുമരണത്തോളം താഴ്ന്നു, അതുകൊണ്ട് ദൈവം അവനെ വാനോളം ഉയർത്തി എന്ന് എഴുതി വച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്രിസ്ത്യാനികളായി ജീവിച്ച് അർത്ഥപൂർണമായ രീതിയിൽ ക്രിസ്തീയ വിശ്വാസം ജീവിക്കാൻ പരിശ്രമിക്കുമ്പോൾ ഈ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് ശിഷ്യത്വത്തെക്കുറിച്ച്, അതുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യം ഇതിനുള്ളതുകൊണ്ടാണ് കർത്താവ് ഇടയ്ക്കിടയ്ക്ക് താപ്പ് കിട്ടുമ്പോൾ, അവസരം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം ത്യജിക്കണം, കുരിശ് വഹിക്കണം, എന്നിട്ട് എന്നെ ഫോളോ ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചത്. ഈ ഒരു ചിന്തയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. നിങ്ങൾക്ക് നല്ല ദൈവാനുഗ്രഹവും തുടർന്നും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.